എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഹലോ, നമസ്കാരം. അസൈലത്തിൻ്റെ 100ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാത്തിനും ദൈവത്തിനും നന്ദി പറയുന്നു. നമ്മുടെ സിസ്റ്റർ ഫ്രാൻസി മാഡത്തിനും അതുപോലെ തന്നെ മറ്റ് വൈദിക ശ്രേഷ്ഠന്മാർക്കും സിസ്റ്റേഴ്സിനും ശ്രീ തോമസ് ചാഴിക്കാടൻ സാർ, MP സാർ, മറ്റ് പ്രൗഢഗംഭീരമായ മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു. ഇത് നിറയെ വർഷങ്ങൾ ഉന്നതിയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അസൈലത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കരുണാമയനെ വേണം ലോകം മുഴുവൻ സുഖം പകരാനായി. അത് മതി. അത് പാടാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയായി രക്തം ചിന്തി മിഴിനീർപ്പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താരാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പൂവിൽ കിളിയിൽ പുല്ലിൽ പുഴുവിൽ വന്യജീവിയിൽ വനശരനിൽ ജീവബിന്ദുവിൻ അമൃതം നൽകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു. അഭിയന്യ മൂലക്കാട്ട് പിതാവേ, ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ മദർ ജനറൽ സിസ്റ്റർ അനിത, ബഹുമാന്യനായ MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, ഇവിടെ നല്ല ഒരു ഗാനം ആലപിച്ച പ്രിയങ്കരിയായ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, ബഹുമാന്യനായ നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രദീപ്, ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ മാത്യു സാബു മാലിത്തുരുത്തേൽ, പ്രിയപ്പെട്ട സ്റ്റീഫൻ ജോർജ് XMLA, ബഹുമാന്യനായ മുളവനാലച്ച, വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ്റെ മദർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ വൈദികരെ,
പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സമയം വളരെ ദീർഘമായ സംസാരത്തിന് മുതിരുന്നില്ല. പക്ഷേ അഭിയുടെ പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 100 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട തുമ്മിയച്ചൻ തീരുമാനമെടുത്തപ്പോൾ അത് ഈ സമൂഹത്തിനാകെ മാതൃകയാകുകയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരു സന്യാസ സമൂഹത്തെ തന്നെ രൂപീകരിച്ചു. ആ സമൂഹമാണ് SJC അല്ലെങ്കിൽ സെൻറ്റ് ജോസഫ്സ് സമൂഹം. ഈ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന നിരവധിയായ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കേണ്ടി വരും. പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും മാറ്റി നിർത്തുന്ന ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് രോഗികൾ ഉൾപ്പെടെ ടെർമിനലി ഇല്ലായിട്ടുള്ള ജീവിതത്തിൽ ഇനി യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് കരുതുന്ന ആളുകൾക്ക് സംരക്ഷണമായി കോട്ടയത്ത് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നടക്കുന്ന ആ സെൻറ്റ് ജോസഫ്സ് ഭവനം ഉൾപ്പെടെ ഏറ്റുമാനൂരിൽ ഇന്ന് മനോഹരമായി ഈ വേദിയിലേക്ക് എല്ലാവരെയും സ്വീകരിച്ച ബാൻഡ് മേളം നടത്തിയ ആ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്ഥാപനം ഉൾപ്പെടെ സെൻറ്റ് ജോസ് വിദ്യാലയ ഉൾപ്പെടെ ഡൽഹിയിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 25ഓളം മസ്തിഷ്ക ക്ഷോഭം വന്ന കുട്ടികൾ, പെൺകുട്ടികൾ, അവരുടെ ജീവിതം എന്താണ് എന്നത് നമുക്കൊക്കെ അറിയാം. 20 വയസ്സ്, 18 വയസ്സ്, 15 വയസ്സും ഒക്കെ ആയ കുട്ടികളെ സംരക്ഷിക്കുന്ന സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ അഭിമാനം തോന്നി, സന്തോഷം തോന്നി. ഇതാണ് ഈ സമൂഹം നടത്തുന്ന സേവനം. ഈ സെൻറ്റ് തോമസ് അസൈലത്തിൽ കഴിഞ്ഞ 34 വർഷത്തിനിടയിൽ എത്രയോ തവണ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ കാണുന്ന ആ സിസ്റ്റേഴ്സിൻ്റെ ഈ സഹോദരിമാരുടെ സന്തോഷം അവർക്ക് ലഭിക്കുന്ന സേവനത്തിൻ്റെ പ്രതീകമാണ്. അത്തരത്തിൽ വലിയ സേവനത്തിൻ്റെ സമൂഹം മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് സേവനം കൊടുക്കുവാൻ വേണ്ടി ബഹുമാനായ തൊമ്മിയച്ചൻ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലൂടെ ഒരു പുതിയ സന്ദേശം രാജ്യത്തിനാകെ നൽകി. ഇന്ന് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ പല കാര്യങ്ങളും ഈ മേഖലയിൽ ചെയ്യുന്നുണ്ട്. എങ്കിലും ബഹുമാന്യരായ സിസ്റ്റേഴ്സ് നടത്തുന്ന വളരെ സ്നേഹപൂർവമായ സേവനമാണ് അതിനേക്കാൾ മികച്ചത് എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. കഴിഞ്ഞ മുമ്പത്തെ വർഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 1600-ലധികം ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടെ ചലന ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ വലിയ ഒരു സന്തോഷമുള്ള നിമിഷമായി അതിനെ ഞാൻ കാണുകയായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഇനിയും കൂടുതൽ സേവനം ചെയ്യാൻ, സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സേവനം ചെയ്യാൻ സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും, കോൺഗ്രിഗേഷൻ്റെ ജനറലേറ്റ് എൻ്റെ വീട്ടിൽ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിലാണ്. അങ്ങനെയുള്ള ഈ കോൺഗ്രിഗേഷൻ നടത്തുന്ന വലിയ സേവനങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അതിനു മുമ്പായി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്മരണിക അത് പ്രകാശനം ചെയ്യുവാനാണ് എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ 1 വർഷക്കാലമായി, കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ച 1 വർഷത്തെ ദൈർഘ്യമുള്ള ആഘോഷ പരിപാടികൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട്, ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചേർത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ സ്മരണിക പ്രകാശനം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട്. അതിനെ തിരഞ്ഞെടുത്തതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സിസ്റ്റർ ടിജിക്ക് പകരമായി അദ്ദേഹത്തോടൊപ്പം തന്നെ അധ്വാനിച്ച സിസ്റ്റർ സിറിൽ മുൻ MP ശ്രീ തോമസ് ചാഴികാടന് സ്മരണിക കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹം അത് വേദിയിൽ പ്രകാശനം ചെയ്യുന്നു.
മെത്രാപ്പൊലീത്ത സെൻറ് ജോസഫ് കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത, പ്രിയബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ജനപ്രതിനിധികളെ, ഇന്ന് നമുക്ക് വേണ്ടി മനോഹരമായി ഗാനം ആലപിച്ച ശ്രീ വൈക്കം വിജയലക്ഷ്മി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് സെൻറ് ജോസഫ് സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃതജ്ഞതാനിർഭരമായ ദിവസമാണ്. ഈ സന്യാസ സമൂഹത്തിലേക്ക് 3 സഹോദരിമാർ നിത്യവ്രത വാഗ്ദാനം നടത്തി അവരെ സമൂഹത്തിൻ്റെ അംഗങ്ങളായി ചേർന്ന് ഈ സമൂഹത്തിൻ്റെ ചൈതന്യം നിലനിർത്തുവാനായി കൂടുതൽ വികസനമാക്കുവാനായി കടന്നു വന്നിരിക്കുന്ന തൻ്റെ നിമിഷമാണ്. അവരെ ഞാൻ പ്രാർത്ഥനാപൂർവം അവരെ അഭിനന്ദിക്കുന്നു. അവരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി അനുസ്മരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇന്ന് വേദനിക്കുന്നവരുടെയും ഒരു കാലഘട്ടമാണ്. ഈ ലോകം ധാരാളം ആളുകൾക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും സഹനങ്ങൾ നൽകുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ വേദന സംഹാരികളാകാൻ സാധിക്കുകയുള്ളൂ. വേദനകളെ അകറ്റുവാൻ വേദനിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ അവർക്ക് സമാശ്വാസത്തിൻ്റെ സാന്നിധ്യമാകാൻ സാധിക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട സെൻറ് ജോസഫ് സഹോദരിമാർ, അവർക്ക് സ്ഥാപക പിതാവായ പൊതുത്ത് തൊമ്മിയച്ചൻ പകർന്നു നൽകിയ ചൈതന്യം, അത് അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ, സ്വാന്തനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ സാന്നിധ്യമായി തീരുവാനായിട്ട് ഇടയാക്കിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ പിന്നിട്ട 100 വർഷങ്ങൾ കൊണ്ട് ഈ അസൈലം എത്രയോ ജീവിതങ്ങൾക്കാണ്, എത്രയോ കുടുംബങ്ങൾക്കാണ് സമാശ്വാസവും താങ്ങുമായി മാറിയിട്ടുള്ളത്. ഇവിടെ വ്യത്യസ്ത ഭിന്നശേഷിയോടുകൂടെ കടന്നു വന്നിട്ടുള്ള ആളുകൾ അവരുടേതായ ജീവിത മാർഗങ്ങൾ കണ്ടെത്താൻ, അവർ ഈ സമൂഹത്തിൽ പ്രധാനപ്പെട്ടവരാണ് എന്നും അവരെക്കൊണ്ടും ഈ സമൂഹത്തിന് സാധ്യതകളുണ്ട് എന്നും ഒക്കെ ചിന്തിക്കുവാൻ, അവരിലുള്ള നന്മകൾ വളർത്തിയെടുക്കുവാനായിട്ട് ഉള്ള അവസരങ്ങളാണ് ഇവിടെ ഒരുക്കപ്പെട്ടത്. ഞങ്ങൾ പല വൈദികരും അനുദിനം അർപ്പിക്കുന്ന ബലികൾക്ക് അണിയുന്ന കാപ്പ സെറ്റുകൾ പോലും നിർമ്മിച്ചു തരുന്നത് ഇവരുടെ കരങ്ങളാണ് എന്ന് ഓർക്കുമ്പോൾ എത്രയോ അനുഗ്രഹീതമായ സ്മരണയാണ് ഉള്ളത്. ഇവരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, അവരുടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ചേർന്ന് നിന്ന് അവരുടെ നന്മകളെ ഉണർത്തിയെടുക്കുവാൻ സിസ്റ്റേഴ്സ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിവരികയില്ല. പക്ഷേ പൂജത്തിൽ തൊമ്മിയച്ചൻ ഒരു ശതാബ്ദം മുൻപ് ഭാവനയിൽ കണ്ടപ്പോൾ ഈ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന, കൈപ്പുഴ പ്രദേശത്ത് അധിവസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെയായിരിക്കാം മുൻപിൽ കണ്ടത്. എന്നാൽ അതിന്ന് വ്യാപിച്ച് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും വ്യാപിച്ച് വരുവാനായിട്ടിടയായിരിക്കുകയാണ്. അനേക ജീവിതങ്ങൾക്ക് താങ്ങായി തീരാൻ, തണലായി മാറാൻ ഈ സന്യാസ സമൂഹത്തിലൂടെ സാധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമുക്കറിയാം, ഭിന്നശേഷി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭിന്നാവസ്ഥ മാത്രമല്ല, മാനസികമായി ഒറ്റപ്പെട്ടു പോയ ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾക്കൊക്കെ കാരണം സ്വന്തം ഭവനങ്ങളിൽ പോലും ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് എന്നുള്ള ദുരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ സേവന ശുശ്രൂഷകൾ ഇന്ന് പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലേണ്ടതായിട്ട് ഉണ്ട്. മാനസികമായ ഭിന്നശേഷിയുള്ളവർ, ശാരീരികമായ ഭിന്നശേഷിയുള്ളവർ, ഇന്ന് ഒറ്റപ്പെട്ടു പോയ പല ആളുകൾക്ക് സ്വാതന്ത്ര്യമായി തീരുവാൻ നമ്മുടെ ജീവിത സാന്നിധ്യം
നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് സുവിശേഷം നമ്മിലൂടെ ജീവിക്കപ്പെടുവാനായിട്ട് ഇടയാവുക. നമുക്കറിയാം, ഓരോ ചെറിയ സകല ജീവിതത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിന് ഈ ലോകത്തോടൊരു വലിയ മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ടുണ്ട്. ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ഓരോ ഭിന്ന അവസ്ഥകളും ജീവിതത്തിൽ ഒരുക്കി തരിക. അത് തിരിച്ചറിഞ്ഞ് അവരുടെ മഹത്വം ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ അനുദിന പ്രവർത്തനങ്ങൾ, സേവന ശുശ്രൂഷകൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള കേരളത്തിൽ, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ കുടിയേറ്റ മേഖലകളിലുമുള്ള എല്ലാ ജ്ഞാനായ ജനത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ അസൈലത്തിൻ്റെ ശതാബ്ദിക്ക് എല്ലാവിധ ആശംസകളും നന്മകളും ഭാവങ്ങളും നേരുന്നു. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Visitation St. Joseph's Congregation's Superior General Sister അനിത, മറ്റ് വിശിഷ്ട വ്യക്തികളെയും ബഹുമാന്യരായ വൈദികരെയും സമർപ്പണത്തിൻ്റെ സംഗീതം ആലപിക്കുന്ന പ്രിയപ്പെട്ട സന്യസ്ത സഹോദരിമാരെ, ഒരിക്കൽ അന്ധയും ബധിരയുമായ ഹെലൻ കെല്ലറിനോട് ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് വേഴ്സ് ദാൻ ഹാവിങ് നോ ഐസൈറ്റ്? കാഴ്ചകളില്ലാതിരിക്കുന്നതിനേക്കാൾ മോശമായ കാര്യം എന്താണെന്ന്. ഹെലൻ കെല്ലറുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഹാവിങ് ഐസൈറ്റ് വിത്തൗട്ട് വിഷൻ ഈസ് വേഴ്സ് ദാൻ ഹാവിങ് നോ ഐസൈറ്റ്. കാഴ്ചകളില്ലാതിരിക്കുന്നതിനേക്കാൾ മോശമാണ് കാഴ്ചകൾ ഉണ്ടായിട്ടും കാഴ്ചപ്പാടുകൾ ഇല്ലാതിരിക്കുന്നത് എന്ന്. 100 വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു ദർശനത്തോടുകൂടി കാഴ്ചപ്പാടുകളോടുകൂടി ഒരു മഹത് വ്യക്തി സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെയും അതിനോട് ചേർന്നുള്ള ഒരു കോൺഗ്രിഗേഷൻ്റെയും ശതാബ്ദി ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കും ചിന്തിക്കുവാൻ സാധിക്കും, കാഴ്ചപ്പാടുകളോടുകൂടി ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യുവാൻ ഈ ആഘോഷങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും സഹായകമാകട്ടെ. കവി വെണ്ണിക്കുളം ഇപ്രകാരം പറഞ്ഞു, മനുഷ്യ സേവനത്തിൻ പാതയിൽ പദമൂന്നിയാൽ മൃതിക്കും അപ്പുറത്തെത്തും മഹാപ്രസ്ഥാനമായിടും. മനുഷ്യ സേവനത്തിൻ്റെ പാതയിൽ പദമൂന്നിയിട്ട് സെന്റ് ജോസഫ് സിസ്റ്റേഴ്സ് ഇന്ന് 100 വർഷം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ഇന്നൊരു മഹാപ്രസ്ഥാനമായി മൃതിക്കും അപ്പുറത്ത് നിങ്ങളെ സ്മരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശവാഹകരായി ആ ദൗത്യം പൂർത്തിയാക്കുന്നവരായി നിങ്ങൾ തുടരുമ്പോൾ വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും നന്മകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മാർ മാത്യു മൂലക്കാട്, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന റവറൻഡ് മദർ അനിത, ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, നമുക്ക് നല്ലൊരു പാട്ട് സമ്മാനിച്ച നമ്മുടെ സഹോദരി ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, ശ്രീ തോമസ് ചാഴികാടൻ MP, അതേപോലെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഫാദർ സാബു മാലിന്യത്തിൽ പുസ്തക പ്രകാശനം നടത്തുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ സ്റ്റീഫൻ ജോർജ് മുൻ MLA, അതിലേറെ ഈ പ്രവർത്തനങ്ങളെയാകെ പുറത്തിറക്കിക്കൊണ്ട് ഇത്രയും വലിയൊരു വിജയമാക്കി ഈ ശതാബ്ദി ആഘോഷത്തെ മാറ്റിയ റവറൻഡ് സിസ്റ്റർ ഫ്രാൻസി, മറ്റ് വൈദിക ശ്രേഷ്ഠന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട മറ്റ് സിസ്റ്റേഴ്സ്, സെൻറ് തോമസ് അസൈലത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതേപോലെ തന്നെ തുമ്മിയച്ചൻ്റെ കുടുംബാംഗങ്ങളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ സെൻറ് തോമസ് അസൈലം ഒരത്ഭുതമായി തന്നെ ഇവിടെ നിലനിൽക്കുകയാണ്. അതിൻ്റെ വളർച്ചയും അതിൻ്റെ മറ്റു ഘട്ടങ്ങളുമൊക്കെ എനിക്ക് മുന്നേ സംസാരിച്ചവരിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുന്ന കാലത്താണ് 100 വർഷം മുൻപ് തൊമ്മിയച്ചൻ ഇങ്ങനെ ഒരു
കാര്യത്തിലേക്ക്, അതായത് വനിതകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു ഭവനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. തീർച്ചയായും ഇന്നിവിടെ ഏകദേശം 81ഓളം അന്തേവാസികളാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ സ്വന്തം വീട് പോലെ തന്നെ കഴിയുന്നതിനും അതോടൊപ്പം തന്നെ അവരെ ആത്മസമർപ്പണത്തിലൂടെ തന്നെ പരിചരിക്കുന്നതിന് നമ്മുടെ കോൺഫിഗറേഷനിലെ എല്ലാ സിസ്റ്റേഴ്സും അതിന് അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. തീർച്ചയായും ഇത് അടുത്ത 100 വർഷവും നമുക്ക് ആഘോഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തന സജ്ജമായി മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിമന്യ പിതാവ് ഉൾപ്പെടെയുള്ള സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ടരെ, അനുഗ്രഹീതമായ 100 വർഷങ്ങൾ പിന്നിട്ട സെൻറ് തോമസ് അസൈലത്തിനും നിത്യവ്രത വാഗ്ദാനത്തിലൂടെ ദൈവത്തിന് സ്വന്തമായ 3 സഹോദരിമാർക്കും കൈപ്പുഴ ഇടവകയുടെയും കൈപ്പുഴ ഫൊറോനയുടെയും എല്ലാവിധമായ പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സിസ്റ്റർ ലീന തെരേസയുടെ കയ്യിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി മുൻ MLA ശ്രീ സ്റ്റീഫൻ ജോർജ് അവറുകൾ അത് പ്രകാശനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ സുപ്രീം ജനറൽ മദർ അനിത ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഭിമന്യ കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട് തിരുമേനി, ഇവിടെ സന്നിധരായിട്ടുള്ള റവറൻഡ് ഡോക്ടർ സിസ്റ്റർ AC, റവറൻഡ് സിസ്റ്റർ സൗമി, ബഹുമാനപ്പെട്ട ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, പ്രിയപ്പെട്ട വികാരി ബഹുമാനപ്പെട്ട ഫാദർ സാബു മാലിത്തുരുത്ത്, പ്രിയപ്പെട്ട ഫാദർ മുളവനാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, സിസ്റ്റർ ഫ്രാൻസി, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമയം വളരെ വൈകി, ഇനി വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യവുമില്ല, എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യം ബഹുമാനപ്പെട്ട സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെയും അതിൻ്റെ നേതൃത്വത്തെയും അഭിനന്ദിക്കുകയാണ്. ഈ ഭൂതത്തിൽ കുടുംബത്തിൻ്റെ ഒരു പിൻതലമുറക്കാരെന്ന നിലയിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഈ നാടിന് അഭിമാനമായ പ്രിയപ്പെട്ട തൊമ്മിയച്ഛൻ്റെ സേവനത്തെക്കുറിച്ച് പ്രകീർത്തിക്കാനും സ്മരിക്കാനും പുതിയ തലമുറയ്ക്ക് അത് മാതൃകയാകാൻ പറഞ്ഞു കൊടുക്കാനുമായി ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിച്ച് നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂതത്തിൽ തൊമ്മിയച്ഛൻ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിച്ച ആളാണ്. പക്ഷേ ആ നിലയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തൊരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു. അവരെ ഒരുമിച്ചിരുത്താനാണ് പന്തി ഭോജനം നടത്തിയത് എന്ന് പറയുന്നത് പോലെ ഒരു കുടുംബത്ത് ഭിന്നശേഷിക്കാരായ ഒരു കുട്ടിയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ, വിവാഹം കഴിക്കാൻ നിർവാഹമില്ല, ആ കുട്ടിക്ക് ഫ്രണ്ടിൽ വരാൻ നിർവാഹമില്ല, ആ വീടിനൊരു ശിക്ഷയായി ഇതിനെ കണ്ടിരുന്നൊരു കാലത്താണ് ഒരു പിതാവ് തൻ്റെ ഭിന്നശേഷിക്കാരിയായ മോളുമായി അച്ഛനെന്ന നിലയിൽ ഭൂതത്തിൽ അച്ഛനെ വന്ന് കാണുന്നത്. അദ്ദേഹത്തിനുണ്ടായ ദർശനം ഇവിടെ അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ ദൈവം കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തിൻ്റെ തിരി ആ മനസ്സിൽ തെളിഞ്ഞതനുസരിച്ച് അദ്ദേഹം 100 വർഷം മുമ്പ് സ്ഥാപിച്ച ആ സ്ഥാപനം സമൂഹത്തിൽ വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള ഒന്നായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കും ജീവിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാട്ടുപാടി, എത്ര സുന്ദരമായ അനുഗ്രഹീതമായ സ്വരമാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. സാൻ ജോസിലെ കുട്ടികളിലൂടെ ഡാൻസ് ചെയ്തു, എത്ര വലിയ ഭംഗിയായി അത് അവതരിപ്പിക്കുകയുണ്ടായി. ഭിന്നശേഷിക്കാരായ ആളുകൾക്കും ഇതുപോലുള്ള കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇത്തരം അസൈലം പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി അഭിമന്യ ഭൂതത്തിൽ അച്ഛൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് സ്മരിക്കാൻ തയ്യാറായത് വലിയൊരു കാര്യമായി ഞാൻ കാണുകയാണ്. 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനപ്പെട്ടതായി ഇവിടെയുള്ളത്. ഒന്ന്, 3 സിസ്റ്റേഴ്സ്
വ്രതവാഗ്ദാനം എടുത്തിരിക്കുന്നു. ഈ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 100 വർഷം മുമ്പ് ആരംഭിച്ച സെൻറ് തോമസ് അസൈലത്തിൻ്റെ ഈ വാർഷികാഘോഷം ഇനിയും ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരു സർവകലാ വല്ലഭനായിരുന്നു അന്നത്തെ ഈ അച്ഛൻ. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഭൂതത്തിൽ ഇട്ടിത്തിരുകുളത്തരകൻ്റെ ലെഗസി ഉള്ള ആളായിരുന്നു, ആ പാരമ്പര്യമുള്ള ആളായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ഇട്ടിക്കുളത്തരകനാണ് കേരളത്തിൽ കത്തോലിക്ക സഭയ്ക്ക് തനതായ മെത്രാനെ വാഴിക്കാത്ത കാലം. വിദേശത്ത് നിന്ന് നമ്മുടെ ലിവിഞ്ച് മെത്രാനെ പോലുള്ള വിദേശ മെത്രാന്മാർ കേരളത്തിൽ ഭരണം നടത്തിയ കാലം. അതിനുശേഷം സഭ ഒന്നാകെ ആഗ്രഹിച്ചു തനതായ മെത്രാന്മാർ വേണം. ഇതിന് അനുമതി മേടിക്കാൻ വിദേശത്തേക്ക് റോമിലേക്ക് പോയപ്പോൾ അതിനുവേണ്ട എല്ലാ സൗകര്യം ചെയ്ത ആളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഇട്ടിക്കുള തരകൻ. തരകൻ്റെ പിന്തുണക്കാരൻ നിലയിൽ അങ്ങനെ തരകൻ്റെ ലെഗസി ഉള്ള ഈ ബഹുമാനായ ദൈവാനുഗ്രഹമുള്ള ദൈവത്തെ അനുകരിക്കപ്പെട്ട പ്രിയപ്പെട്ട ബോധത്തിനെ സ്മരിക്കാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശനം നിർവഹിച്ചതായി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അതാണ് ഇവിടെ നിർവഹിക്കുകയുണ്ടായി. അതിനുള്ള സന്തോഷം. സിസ്റ്റർ ലീന തെരേസ എഴുതിയ പുസ്തകം അതൊരു വലിയ കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് ആരായിരുന്നു ഈ അച്ഛൻ, അച്ഛൻ ചെയ്ത സേവനം എന്തായിരുന്നു വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലഘുഗ്രന്ഥം തയ്യാറാക്കിയ സിസ്റ്റർ ലീനായെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഏലിക്കുട്ടി ജോസഫ്, കണ്ടത്തിൻകര, മൂലമറ്റം, 1964 അസൈലത്തിൽ ജോയിൻ ചെയ്തു. അവരോടൊപ്പം തന്നെ ആദരവ് ഏറ്റുവാങ്ങുവാൻ വിഭിന്നശേഷിയുള്ള കുട്ടികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജസ്വിൻ സ്റ്റീഫൻ, കുന്നത്തോൽ കോരട്ട്, കുരുമുള്ളൂർ. രാഹുൽ ടി രാജു, തേരത്തുമലയിൽ, കുരുമുള്ളൂർ. കുട്ടികളെയും അഭിവന്ദ്യ പിതാവിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങുവാൻ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അവരോടൊപ്പം തന്നെ തോമസ് കുട്ടി, കുരുമുള്ളൂർ. റോസ് എലിസബത്ത്, കല്ലുപുരയ്ക്കൽ. ദേവസ്യ, പണ്ടാരത്തും പറമ്പിൽ. അവരെയും അഭിവന്ദ്യ പിതാവിൽ നിന്നും ആദരം ഏറ്റുവാങ്ങുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിന്റെ കരുണാർദ്ര സ്നേഹം നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹത്താൽ ചലിക്കപ്പെട്ട കർമ്മയോഗി ദൈവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ അന്നത്തെ സാഹചര്യത്തിൽ അവഗണിക്കപ്പെട്ടവരും പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത അംഗഭംഗം നേരിട്ടവരെ സ്വന്തമാക്കി ദൈവമഹത്വത്തിനും ആത്മസമാധാനവും കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കി. ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ വിഭാവനം ചെയ്ത അസൈലത്തിന്റെ അന്തസത്ത നഷ്ടപ്പെടാതെ അഭംഗരം സൂക്ഷിക്കാൻ SJCക്ക് സാധിച്ചത് മഹത്തായ കാര്യമാണ്. ഇന്ന് 100ന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സെന്റ് തോമസ് അസൈലത്തെ പരിപാലിച്ച് വഴി നടത്തിയ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. അതോടൊപ്പം കാലാകാലങ്ങളിൽ നേതൃത്വം നൽകി ഇന്നത്തെ നിലയിലെത്തിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി പറയുന്നു. നമ്മുടെ അധ്വാനത്തിനും സഹനത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെന്റ് തോമസ് അസൈലത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ മദർ അനിതയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ മദർ അനിതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ധന്യ നിമിഷത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും നിത്യവ്രത വാഗ്ദാന കർമ്മങ്ങൾക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്യമാർ മാത്യു മൂലക്കാട്ട് പിതാവിന് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ പേരിലും സെന്റ് തോമസ് അസൈലത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. ചലച്ചിത്ര പിന്നണി ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ചന്റെ ജന്മവാർഷിക ദിനമായ കഴിഞ്ഞ ഒക്ടോബർ 24 ഇവിടെ വന്ന് ഗാനം ആലപിച്ചിരുന്നു. ഇന്ന് ഇവിടെ വരികയും
മനോഹരമായ ഗാനം ആലപിച്ചതിനും എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. ചിക്കാഗോയിലെ സീറോ മലബാർ രൂപതയുടെ വിജിയും ജ്ഞാനായ റീജിയൻ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട തോമസ് മുളവനാലച്ചന് പ്രത്യേകമായി നന്ദി പറയുന്നു. ശതാബ്ദി സ്മരണിക പ്രകാശനം ചെയ്ത ശ്രീ തോമസ് ചാഴികാടനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സർ, താങ്കളുടെ സാന്നിധ്യത്തിനും പ്രത്യേകമായി നന്ദി പറയുകയാണ്. സെന്റ് തോമസ് അസൈലത്തെ സംബന്ധിച്ച് പള്ളിയും പഞ്ചായത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. ആശംസയർപ്പിച്ച് സംസാരിച്ച നീടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ പ്രദീപൻ സാറിന്, അതുപോലെ തന്നെ കൈപ്പുഴ ഫൊറോന വികാരി ബഹുമാനപ്പെട്ട സാബു മലത്തുരത്തിലച്ചനും പ്രത്യേകം നന്ദി പറയുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും പ്രത്യേകമായി നന്ദി പറയുന്നു. ശതാബ്ദിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ അലിവിനാലയം പുസ്തക പ്രകാശനം നിർവഹിച്ച ശ്രീ സ്റ്റീഫൻ ജോർജ് എക്സ്-MLA-ക്കും പുസ്തകം തയ്യാറാക്കിയ സിസ്റ്റർ ലീന തെരേസിനും പ്രത്യേകമായി നന്ദി പറയുന്നു. SVM കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ റിവറൻഡ് സിസ്റ്റർ ഇമാക്കുലേറ്റിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുകയും ഈ ശതാബ്ദി വർഷത്തിലെ എല്ലാ കർമ്മ പരിപാടികളും ക്രമീകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ശതാബ്ദി കമ്മിറ്റി കൺവീനറും സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറലുമായ സിസ്റ്റർ സൗമിക്ക്, സെക്രട്ടറി സിസ്റ്റർ ഡോക്ടർ ഗ്രേസി, മറ്റ് കൗൺസിലേഴ്സ് സിസ്റ്റർ ബസ്സി, സിസ്റ്റർ ടിജി, ഈ മാതൃഭവനത്തിന്റെ സുപ്പീരിയർ സിസ്റ്റർ റൂബി, മറ്റു സിസ്റ്റേഴ്സ്, അസൈലത്തിലുള്ള പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ കമ്മ്യൂണിറ്റികളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അസൈലത്തിന് സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള ഉപകാരികൾ, വിവിധ ഓഫീസുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തികൾ, അഭ്യുദയകാംക്ഷികൾ, കൈപ്പുഴ നിവാസികൾ, KCWA, KCYL, KCC, ലീജൻ ഓഫ് മേരി, CML എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ, മറ്റു പള്ളികളിൽ നിന്നും വന്നിട്ടുള്ളവർ, അസൈലാംഗങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും എത്തിയവർ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം ഭംഗിയായി ക്രമീകരിച്ച അണിയറ പ്രവർത്തകർ, ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ള ഐശ്വര്യ കേറ്ററിംഗ്, പത്തിൽ പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓൺലൈൻ പ്രക്ഷേപണം നടത്തുന്ന ക്രിസ്റ്റി സ്റ്റുഡിയോ, പത്രമാധ്യമ പ്രവർത്തകർ, ഓൺലൈൻ പ്ലാറ്റ്ഫോം മീഡിയ പ്രവർത്തകർ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ സമ്മേളനത്തിന് വളരെ മനോഹരമായി MC-ആയി പ്രവർത്തിച്ച ശ്രീ അഭിലാഷ് സണ്ണി, ആഷ്ലി വക്കയപ്പറമ്പിൽ, കല്ലറ രണ്ടുപേർക്കും പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ശതാബ്ദി സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.